കർത്താവ് സഭയിലുണ്ടെന്ന സാന്നിധ്യം ദൃഢമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കൃപാസ്ഥാനത്താറെ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ കൃപാസ്ഥാന മധ്യസ്ഥ പ്രാർത്ഥനകളിൽ ലക്ഷോപലക്ഷം ജപമാലകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിലെ ആശ്രയിച്ചുകൊണ്ട് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ഇന്നത്തെ ജീവിതത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ഈ മക്കളുടെ യാത്രാ വഴികളെ ആശീർവദിക്കണമേ. അവർ ഇന്ന് അഭിമുഖീകരിക്കാൻ പോകുന്ന സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഈ നിമിഷം അങ്ങനെ ദൂരീകരിക്കണമേ. എന്ത് വിഷയത്തെക്കുറിച്ചാണ് അവർ ഉത്കണ്ഠപ്പെടുന്നത്, ഏത് വിഷയത്തെക്കുറിച്ചാണ് അവർ സങ്കടപ്പെടുന്നത്, ആ മേഖലകളിൽ കർത്താവ് കൊടുങ്കാറ്റടിക്കുമ്പോൾ കാർമേഘം തുരത്തപ്പെടുന്ന പോലെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ നിന്റെ സങ്കടങ്ങളുടെയും രോഗങ്ങളുടെയും ഭാരങ്ങളുടെയും ക്ഷീണങ്ങളുടെയും ക്ലേശങ്ങളുടെയും മേഘങ്ങൾ അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തെ കാനായിലെ കല്യാണ കുടുംബത്തെ കടന്നു ചെന്നുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ് നിന്റെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിൻ്റെ എല്ലാ വിഷയത്തിൻ്റെ മേലും മാധ്യസ്ഥം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് വലിയ സാക്ഷ്യങ്ങൾ പറയാനും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനും നിന്റെ വിദ്യാഭ്യാസ മേഖലകൾ, നിന്റെ ജീവിതം, നിന്റെ ജീവിതയാപന മേഖലകൾ, നിന്റെ ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, അതുപോലെ തന്നെ നിന്റെ ജോലികൾ, അതുപോലെ നിന്റെ കാർഷിക ഭൂമികൾ, അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർ, ഉദ്യോഗസ്ഥർ, അതുപോലെ അവർക്കുണ്ടാകുന്ന പ്രൊമോഷൻസ്, PR, അവരുടെ പരീക്ഷകൾ, ചില ആൾക്കാർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല, അതുപോലെ തന്നെ ഹെൽഡായി പോകുന്നു, അതുപോലെ അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും, ചിലരുടെ റിപ്ലൈ കിട്ടിയില്ല, ചിലർക്ക് അവർ കത്ത് വിട്ടിട്ടുണ്ട്, അവർ ഇമെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ കമ്പനി റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ലോസ് ആയിട്ടുള്ളവർ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് മറുപടി കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മേഖലകളെല്ലാം ചില പ്രമാണം കുടുങ്ങിപ്പോയിരിക്കുന്നു, പ്രമാണം നടക്കുന്നില്ല, അതുപോലെ പ്രമാണം നടത്തിക്കുന്നില്ല, ഭാഗോടമ്പടി നടക്കുന്നില്ല, ഭാഗോടമ്പടി നടത്തിക്കുന്നില്ല, അങ്ങനെ തടസ്സം നിൽക്കുന്നവർ, ഇങ്ങനെ വിവാഹം നടക്കണില്ല, വിവാഹം നടത്തിക്കണില്ല, കുഞ്ഞുങ്ങൾ ലഭിക്കുന്നില്ല, വീട് വെക്കാൻ പറ്റുന്നില്ല, അതുപോലെ ഇങ്ങനെയുള്ള എല്ലാ ജീവിത ഭൗതിക മണ്ഡലങ്ങളിലെ ദുരിതങ്ങളും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു.